മെച്ചം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് വയനാടൻ ജനത നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം എപ്പോഴും മീഡിയകളിൽ വരുന്ന ഒരു വാർത്തയാണ് വന്യജീവി മാത്രമല്ല, നമുക്ക് റോഡ് ചുരം എപ്പോഴും ഒരു ബ്ലോക്കാണ്. ഇവിടുത്തെ ആളുകളൊക്കെ ഒരു ചികിത്സക്കായിട്ട് സാധാരണ നമ്മൾ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് ജില്ലയിലാണ് കൂടുതലായിട്ടും. നമ്മുടെ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും പക്ഷേ കുറച്ചുകൂടിയും നല്ലൊരു മെഡിക്കൽ കോളേജിൻ്റെ രീതിയിലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയൊരു ചികിത്സ കിട്ടുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറച്ചുകൂടി വികസനം കൊണ്ടുവരണം. താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ശരിക്ക് വരുന്ന ടൂറിസ്റ്റ് ആണെങ്കിലും ആര് വരികയാണെങ്കിലും ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ ചുരുങ്ങിയത് ചുരത്തിൽ നിൽക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും മൈൻഡിൽ കണ്ടുകൊണ്ട് വേണം ഇപ്പോൾ വരണമെങ്കിൽ. പക്ഷേ പുതിയ ഒരു തുരങ്കപാതയ്ക്കൊക്കെ പ്ലാൻ ആയിട്ടുണ്ടല്ലോ, ഏകദേശം നടക്കാൻ കഴിഞ്ഞാൽ അടിപൊളിയാവും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി ശ്രമിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന് ശ്രമിക്കാൻ പറ്റും, ശ്രമിക്കാമായിരുന്നു. പറഞ്ഞതുപോലല്ല, വയനാട്ടിൽ തീ പാർന്ന പോരാട്ടമാണ്. അങ്ങനെ വന്ന് എടുത്തങ്ങ് പോകാൻ പറ്റിയൊരു മണ്ഡലമല്ല വയനാട് എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധി പാട്ടും പാടി ജയിക്കില്ല, പക്ഷെ ഇക്കൂട്ടത്തിൽ പാട്ടും പാടി സൈക്കിൾ ഓടിക്കുന്ന ഒരാളുണ്ടെന്നാണ്. ആണോ? ചേട്ടൻ ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പേര് ചോദിക്കാൻ മറന്നു. പ്രേംജിത്താണോ പാട്ട് പാടുന്നത്? പാട്ടും പാടി സൈക്കിൾ ഓടിക്കുന്ന ആളാണോ? ആണല്ലേ? ക്ലബിന്റെ ആസ്ഥാന ഗായകൻ.